വിവാഹവുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും വ്യത്യസ്ത ആചാരങ്ങളാണ് ഉള്ളത്. പലപ്പോഴും വിവാഹ ചടങ്ങുകളുടെ ഭാഗമായാണ് ഇത്തരം ആചാരങ്ങൾ പിന്തുടരുന്നത്. എന്നാൽ ചില വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വിചിത്രമായ പല അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മൗറിറ്റാനിയയിലുമുണ്ട് ഇത്തരം ഒരു ആചാരം. വധുവാകാൻ ഒരുങ്ങുന്ന പെൺകുട്ടി തടിച്ചു കൊഴുത്തിരിക്കണമെന്ന ചിന്തയിൽ അമിതമായി ഭക്ഷണം നൽകി ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇവിടത്തുകാരുടെ രീതി. മെലിഞ്ഞ ശരീരം സൗന്ദര്യമില്ലായ്മയാണ് ഇവർ കണക്കാക്കുന്നത്. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന മോക്സ് വിഭാഗക്കാർക്കിടയിൽ ഈ ചിന്താഗതി പ്രബലമാണ്. അതിനാൽ നന്നേ ചെറുപ്രായത്തിൽ തന്നെ പലപ്പോഴും 5 വയസ്സാകുന്ന സമയം മുതൽ ഇവർ പെൺകുട്ടികൾക്ക് അമിതമായി ആഹാരം നൽകി തുടങ്ങും. ചെറുപ്പം മുതലേ അമിതവണ്ണമുള്ള ശരീരപ്രകൃതമായാൽ വിവാഹകാലം എത്തുമ്പോൾ കൂടുതൽ ആകർഷണീയത ഉണ്ടാകുമെന്ന തോന്നലാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. തടിച്ചു കൊഴുത്ത ശരീരം പെൺകുട്ടികളുടെ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെയും ഒക്കെ സൂചനയായി ഇവർ കണക്കാക്കുന്നു. ഈ ആഹാരം കഴിപ്പിക്കൽ ആചാരത്തിന് ലേബ്ലോ എന്ന പേരും നൽകിയിട്ടുണ്ട്. 12 വയസ്സെത്തുമ്പോഴേക്കും പെൺകുട്ടികൾ 80 കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവരായിരിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ചിന്ത. ഇതിനു വേണ്ടി കഴിക്കാവുന്ന പരിധിക്കപ്പുറം ഭക്ഷണം കഴിക്കാൻ ഇവർ പെൺകുട്ടികളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തി കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കലോറികളാണ് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ കഴിക്കേണ്ടി വരുന്നത്. കൊഴുത്ത പാല്, വെണ്ണ, ഈന്തപ്പഴം, ഇല്ലറ്റുകൾ എന്നിവ തുടരെ ഇവർക്ക് നൽകും. വയറ്റിൽ കൊള്ളാവുന്നതിലും അധികം ആഹാരം കഴിച്ച് ശാരീരികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ പോലും ആചാരത്തിൽ നിന്നും ഇവർ പിന്നോട്ട് പോകില്ല. ഇനി ആഹാരം കഴിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എങ്കിലോ അങ്ങനെ പെരുമാറുന്ന പെൺകുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകാനും മോസ് വിഭാഗത്തിലെ മുതിർന്നവർ മടിക്കില്ല. കാൽപാദങ്ങളിൽ ചവിട്ടിങ്ങേച്ച് നോവിച്ചും അടിച്ചും ഇവർ പെൺകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വയർ നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ നിർബന്ധിച്ച് ഛർദ്ദിപ്പിച്ച ശേഷം വീണ്ടും ഭക്ഷണം നൽകാനും മടിക്കാറില്ല. വീടുകളിൽ വെച്ച് തന്നെ ഇടതടവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടികൾ വിസമ്മതിച്ചാൽ അത്തരക്കാരെ മെഴുക്കാൻ മാത്രമായി പ്രത്യേക ക്യാമ്പുകളും മൗറിറ്റാനിയയിലെ പല പ്രദേശങ്ങളിലും നടത്തപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള മുതിർന്ന സ്ത്രീകളാണ് ഇവ നടത്തുന്നത്. ശരീരഭാരം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പെൺകുട്ടികൾക്ക് ഈ കാലയളവിൽ അനുവാദവും ഉണ്ടായിരിക്കില്ല. കാലത്തിനൊത്ത മാറ്റം എന്ന നിലയിൽ ക്യാമ്പുകളിൽ അയക്കാതെ ഹോർമോണുകൾ കുത്തിവെച്ചും മരുന്നുകൾ നൽകിയും പെൺകുട്ടികൾക്ക് അമിതഭാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇന്നുണ്ട്. അമിതവണ്ണം ഉണ്ടെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലാണ് കുടുംബമെന്ന് സമൂഹം കരുതുമെന്നതാണ് ഇങ്ങനെയൊരു ആചാരം പിന്തുടരാൻ ഇവർക്ക് പ്രേരണയാകുന്നത്. അതായത് അത്രയധികം ഭക്ഷണം നൽകാൻ കെൽപ്പുള്ള കുടുംബമായതുകൊണ്ടാണ് വധുവിന് അമിതവണ്ണമുള്ളതെന്ന് ഇവർക്ക് മേനി പറയാം. അമിതവണ്ണത്തോട് താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതരോട് വെറുപ്പ് കാണിക്കാനും ഇവർ മടിക്കാറില്ല. മെലിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അടയാളമായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കണക്കും കയ്യും ഇല്ലാതെയുള്ള ഭക്ഷണം കഴിപ്പിക്കൽ മൂലം ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, സങ്കീർണതകൾ നിറഞ്ഞ ഗർഭകാലം തുടങ്ങി ജീവന് തന്നെ ആപത്തായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുത്തെ പെൺകുട്ടികളിൽ പിടിമുറുക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ട്.